ഹായ് ഹലോ വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. നമ്മുടെ ഡിന്നർ വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഡിന്നറിന് എന്താണെന്ന് ആരും ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രത്യേക വിഭവം ഞങ്ങൾ ഉണ്ടാക്കുക. അതായത് രാവിലെ പുട്ടുണ്ടാക്കുമ്പോൾ ഒരു 2-3 കുറ്റി പുട്ട് ഞങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം അതിൽ വളരെ സ്വാദിഷ്ടമായൊരു വിഭവം ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എൻ്റെ മക്കളുടെ ഫേവറേറ്റ് ഐറ്റമാണ്. അവരും രാവിലെ പുട്ട് കഴിക്കുമ്പോൾ തന്നെ പറയാം, അപ്പോൾ ഇന്ന് വൈകുന്നേരം എൻ്റെതാണല്ലേ സാധനം. അതെ, മുട്ടപ്പുട്ട് എന്നൊരു സാധനം നമ്മൾ ഉണ്ടാക്കാൻ പോണത്. പുട്ടും മുട്ടയും കൂടെ ചേർത്ത് ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട, മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ച് ലെഫ്റ്റ് ഓവർ പുട്ട് ബാക്കി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി പുട്ടുണ്ടാക്കിയെടുത്താലും നഷ്ടമൊന്നുമില്ല, അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ മുട്ടപ്പുട്ടിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് വെച്ചിട്ട് പുട്ട് ഞാനൊരു 3 കുറ്റി പുട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ ഡിന്നറിന് ഇത്രയും വേണ്ടി വരും. ഇങ്ങനെ പുട്ട് ഞങ്ങൾ സാധനം ഇങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാറില്ല. കാരണം അല്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ പുട്ടിൻ്റെ തേങ്ങാപ്പീരൻ്റെ മക്കൾ മാറ്റി വെച്ച് കളയും. സോ ഇങ്ങനെ വീട്ടിൽ പുട്ടുണ്ടാക്കുക. ഒരു 3 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 3 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 3 തന്നെ ക്യാരറ്റ് വെച്ചിട്ടുണ്ട്, ഒരു 5 മുട്ടയാണ് ഇതിൽ ഞങ്ങൾ ചേർക്കുന്നത്. മുട്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ കുറച്ച് മസാലകൾ ഇതിൽ മെയിനായിട്ട് ഞങ്ങൾ ചേർക്കുന്ന കുരുമുളക് പൊടിയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി വെച്ചിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 1/4 ടീസ്പൂൺ മതിയാവും ഗരം മസാല, ഒരു 4 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് വറുക്കാൻ ആവശ്യമായിട്ട് വറ്റൽമുളക്, കുറച്ച് ഉഴുന്ന് പരിപ്പ് വെച്ചിട്ടുണ്ട്, കടുക് വെച്ചിട്ടുണ്ട്, പിന്നെ മല്ലിയില, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ സാധനം നമ്മൾ ഉണ്ടാക്കാൻ പോണത്. നമുക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ മുട്ടപ്പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു കടായി അടുപ്പത്തേക്ക് വെച്ച്, അത്യാവശ്യം വലിയ കടായി എടുത്ത് ഇളക്കാൻ എളുപ്പത്തിന് ആണ് വലിയ കടായി വെച്ചിരിക്കുന്നത്. അതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുകയാണ്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കടുകും ഇടണം. ഉഴുന്ന് നിങ്ങൾ മുഴുവൻ കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ ഉപയോഗിച്ചാൽ മതി. എണ്ണ ഒന്ന് ചൂടാകട്ടെ. കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിൽ മുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില. സോ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. 3 വലിയ സവാള ഞാൻ എടുത്തിരിക്കുന്നത്. ഈ സവാള ഒരു ഇളം ബ്രൗൺ നിറമാകുന്നവരെ ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂണാണ് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചവച്ചിട്ടാലും മതി. ഞാൻ പേസ്റ്റ് എടുത്തിരിക്കുന്നത്. ഇതിലേക്കൊരു 4 പച്ചമുളക് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്തു. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇഞ്ചിയുടെ ഒരു പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഈ ക്യാരറ്റ് ഒന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. സോ നമ്മുടെ ക്യാരറ്റ് ഇപ്പോൾ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഈ ടൊമാറ്റോ ഇതുമായിട്ടൊന്ന് വെന്ത് ചേരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക, ഒന്ന് ഇളക്കിയെടുക്കുക. ടൊമാറ്റോ ഇതുമായിട്ട് നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും കൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആ പുട്ടിൽ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കി മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഈ കൂട്ടിനെ ഒരു വശത്തേക്കൊന്ന് മാറ്റി വയ്ക്കുക. ഒരു വശത്തേക്ക് ഇങ്ങനെ മാറ്റിയതിന് ശേഷം മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ 5 മുട്ട എടുത്തിരിക്കുന്നത്. മുട്ട ഒഴിച്ചിട്ട് ഉടനെ ഇളക്കരുത്. ഒരു ഹാഫ് കുക്ക്ഡ് ആകുന്നവരെ ഇതിങ്ങനെ ഒന്ന് വെക്കുക. ഇവിടെ തന്നെ നമുക്ക് മുട്ട കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ മുട്ട എടുക്കുക, മുട്ട കുറച്ച് മതി എന്നുള്ളവർ കുറച്ചെടുക്കുക.
അതുപോലെ തന്നെ മസാലകളും നിങ്ങൾക്ക് എക്സ്ട്രാ മസാല വേണമെങ്കിൽ നമ്മളിപ്പോൾ ഇതിൽ എരിവിന് വേണ്ടി ആകെ ചേർക്കുന്ന കുരുമുളക് പൊടിയും പച്ചമുളക് ഇതിനുണ്ട് ചേർക്കുന്നത്. ഇനി എക്സ്ട്രാ എരിവ് വേണമെന്നുള്ളവർ മുളക് പൊടിയോ പിന്നെ മഞ്ഞൾ വേണമെന്നുള്ളത് അത് ചേർക്കാം. ഞാനതൊന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഈ സാധനം. ഒത്തിരി മസാലയൊന്നും വേണ്ട. മുട്ടയൊരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇതുമായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ കൂട്ടിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂടുതൽ വേണമെന്നുള്ളത് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. ഗരം മസാല ഓപ്ഷണലാണ്, വേണമെന്നുള്ളത് ആഡ് ചെയ്താൽ മതി. സോ ഇപ്പോൾ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് മുട്ടപ്പുട്ടിനുള്ള. ഇനി ഇതിലേക്ക് നമ്മൾ പുട്ട് ചേർത്ത് കൊടുക്കുക. പുട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, തലേദിവസം ഉണ്ടാക്കിയ പുട്ടോ മറ്റോ നല്ല ഹാർഡാണെങ്കിൽ ഒന്നും കൂടെ ആവി കയറ്റിയെടുക്കുക. അതല്ലെങ്കിൽ ഇച്ചിരി വെള്ളം എന്തെങ്കിലും നനഞ്ഞിട്ട് ഒന്ന് മയത്തിലാക്കി എടുക്കുക. ഇതിലേക്ക് കുറേശ്ശായിട്ട് പുട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇളക്കി ചേർത്ത് കൊടുക്കുക. സോ നമ്മുടെ മുട്ടപ്പുട്ട് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് മല്ലിയിലയുടെ മണം വരുമ്പോഴത്തേക്ക്. മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മളിതിനെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഫ്ലെയിം വളരെ കുറച്ചതിന് ശേഷം ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കുക. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാണ്ട്. 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, ലോ ഫ്ലെയിമിലാവണം. സോ ഇപ്പോൾ 5 മിനിറ്റ് നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം മുട്ടപ്പുട്ടിൻ്റെ അവസ്ഥ എന്താണെന്ന്. കണ്ടോ, വളരെ ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടപ്പുട്ട് റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന, വളരെ സ്വാദിഷ്ടമായ, കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ ടേസ്റ്റിയാണ് ഈ സാധനം. മക്കൾ പച്ചക്കറി കഴിച്ചില്ലെങ്കിൽ അവരെ കൊണ്ട് ക്യാരറ്റൊക്കെ കഴിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗവും കൂടാണിത്. എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഇത് സത്യമാണ്. അപ്പോൾ ഇനി ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും വരാം. സോ ഞങ്ങളുടെ ഡിന്നർ ടൈമാണ്. മുട്ടപ്പുട്ട് റെഡിയാണ്. 4 പേർക്ക് ഇതിനുള്ള പ്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. കഴിക്കാൻ തുടങ്ങുവാണ്. ഫസ്റ്റ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി നമുക്ക് പ്രൊസീഡ് ചെയ്യാം. സോ ഇന്ന് മുട്ടപ്പുട്ടിൻ്റെ കോമ്പിനേഷനാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ലൈം ടീ വിത്ത് ഹണിയാണ്. വളരെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് നനവ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് നനവ് കൂട്ടാം കേട്ടോ. ഞങ്ങളിങ്ങനെ കഴിക്കാം. ഇതിന് വേറൊരു സൈഡ് ഡിഷ് ഒന്നും വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ സാധനം. കഴിച്ചു നോക്കുക. വളരെ നന്നായിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയുന്നു, വേറെ മാർഗമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ ബൈ. ഒന്നും കൂടെ പറയുകയാണ്, എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.